തിരുവോണത്തിൻ്റെ അന്നാണെങ്കിൽ എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നു. രാവിലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് ചായയും കുടിച്ച് വേഗം പൂവിടാൻ വേണ്ടിയിട്ട് പോവുകയാണേ. പൂക്കളൊക്കെ അരിഞ്ഞ് തീർത്ത് ഇട്ട് കഴിയണമല്ലോ. അധികം സമയമില്ലാത്തത് കൊണ്ട് വരയ്ക്കാനൊന്നും നിന്നില്ല. അല്ലാണ്ട് അങ്ങോട്ട് ഒരു സിമ്പിളായ ഡിസൈൻ അങ്ങോട്ട് ഇട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ചെറുതായി എരിയാനും പറ്റില്ല. വേഗം എങ്ങനെയോ കണ്ടെന്നുണ്ടും വെട്ടിയിട്ടതാണ്. ഇട്ട് തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നേ കളം കാണാൻ. അത് കഴിഞ്ഞ് എവിടെയോ എന്തോ പാളിച്ച പറ്റിപ്പോയി. എന്നാലും വലിയ കുഴപ്പമില്ല, രസമൊക്കെ ഉണ്ടായിരുന്നു. വരയ്ക്കാണ്ട് ഇട്ടതുകൊണ്ട് റൗണ്ടൊന്നും അങ്ങനെ പെർഫെക്ഷൻ ആയിട്ട് ഇടാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ചിട്ട് കുറച്ചരിഞ്ഞ് അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ കാപ്പിയെല്ലാം അമ്മ കൊണ്ടുതന്നത്. പിന്നെ അത് ചീരയ്ക്കോ ഉപ്പേരിക്കൊക്കെ അരിയുന്ന മാതിരി എങ്ങോട്ട് ഇരുന്ന് അരിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ആദർശിനോട് എന്തൊക്കെയോ വർത്താനൊക്കെ പറയുന്നുണ്ട്. കൈ മുറിയാതെ നോക്കുകയും വേണം. നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നേ അത്. അങ്ങനെ കുറച്ച് ഒരു 1/4 മണിക്കൂറത്തെ പ്രയത്നം കൊണ്ട് പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെയൊക്കെ വേഗം അടിച്ച് വരി വൃത്തിയാക്കുകയാണ്. കുറച്ച് തൊയിഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ പൂക്കളം. വലിയ കുഴപ്പമില്ല, റൗണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവൻ എന്താ കൂട്ടുകറി കൂട്ടിയിട്ടാണ് പത്തിരി കഴിക്കുന്നത്. ഇന്നാണെങ്കിൽ ചിരുവിന് എന്തോ വയ്യായി ഉണ്ടായിരുന്നു. അവൻ്റെ ട്രീറ്റും ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അടുക്കളയൊക്കെ കോലം കെട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് ഓണപ്പൊട്ടം വന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. എൻ്റെ അവിടെയൊന്നും വരാറില്ല. ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ വർഷമാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ മൂപ്പര് ഞങ്ങൾ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത ശേഷം പോയി. അതിനുശേഷം ഞങ്ങളിതാ ബാക്കി പണികളിലേക്ക് കടന്ന് അടുക്കളയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയാക്കി. ചിരു ആണെങ്കിൽ അവിടെ എന്തോ നോക്കിയിരിക്കുന്നുണ്ട്. അവനോട് പൂ തട്ടല്ലേ, കുറച്ച് നേരമെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഫുഡും എല്ലാം വിളമ്പി ഇലയിൽ വിളമ്പിയിട്ട് കാരണന്മാർക്ക് നമ്മൾ വെച്ച് കൊടുക്കും. ഇവിടെയൊക്കെ അതിന് നേർച്ച കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ സദ്യയിലാണെങ്കിൽ ചിക്കനും മീനൊക്കെ ഉണ്ടാവുമല്ലോ. ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കൂന്തളും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം എല്ലാ ഇലയിലും വിളമ്പി വെച്ചിട്ട് വിളക്കും കത്തിച്ചിട്ട് വാതിലൊക്കെ അടച്ചിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് പോയിരിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ചിരുതാ വാലും നാട്ടി പൂവൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇട്ട് കുറച്ച് നേരമൊക്കെ അവൻ തട്ടാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. എല്ലാ ദിവസമൊന്നും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാറില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെന്താ ഫോട്ടോ എടുപ്പ് തന്നെ പരിപാടി. അങ്ങനെ ആദർശിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ചിരുവിൻ്റെ മുഖത്ത് എന്തോ ഒരു ചെള്ളോ അങ്ങനെ എന്തോ കണ്ടപ്പോൾ അവൻ എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ ഫോട്ടോ പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഉറക്കുറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇത് അവൻ പൂവൊക്കെ ഒരുവിധം കോളാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങി. ഫോട്ടോ ഒക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എടുത്തത് ഞങ്ങൾ തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ടൗണിലൊന്നും ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കാലിയായിരുന്നു റോഡ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്ക് തന്നെ ഇതാ മോനും ആദർശും കൂടി കളി തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ പണിയും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഉണ്ടാക്കിയാലല്ലേ രാത്രി കഴിക്കാൻ പറ്റൂ. അങ്ങനെ ചേച്ചിയാണെങ്കിൽ ചിക്കൻ പൊരിക്കാമെന്ന് വേണ്ടിയിട്ട് തേച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മന്തി റൈസും ആയിരുന്നു വാങ്ങിയത്. അവൾ വരുമ്പോഴാണെങ്കിൽ പായസവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉഷാറായിട്ട് കഴിച്ച് എടുത്ത ഫോട്ടോസ് കാണിക്കാതെ